ചേച്ചിയെ എന്തുവാ സംഭവം? ഞാനിപ്പോഴാ അറിഞ്ഞേ. ഇത് കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടിപ്പോയെന്നേ. ഞെട്ടിപ്പോയോ? എന്തിനാ? അയ്യോ, എന്തിനാന്നോ? ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത സാറിന്റെ തല പൊട്ടിയെന്ന് കേട്ട് കഴിഞ്ഞാ പിന്നെ ചേച്ചി ആരാ ഈ ദ്രോഹം ചെയ്തേ? അച്ഛന്റെ ഇളയ പെങ്ങളുടെ ഒരു മോനില്ലയോ, കരുണൻ, അവനാ ചെയ്ത്. ആ സൈക്കാട്രിസ്റ്റോ? ആ, സൈക്യാട്രിസ്റ്റ്. അവനൊക്കെയാണോ ഒരു സൈക്യാട്രിസ്റ്റ്? കഞ്ചാവ് അടിച്ച് കിളി പോയി കിടക്കുന്ന നാറി. ചേച്ചി ശരിക്കും എന്തോ സംഭവിച്ചേ? എന്നിട്ട് സാർ എന്ത് ചെയ്യേ? എന്താണ്ട് ആ മുറിക്കകത്ത് ഇരുത്തിയിട്ടുണ്ട്. സാറേ, എന്നാലും ഒരു അമ്മാവനെ അനിതനെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നേ? ചെയ്യുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ലഹരി കയറിയാലേ പിന്നെ മനുഷ്യന് സ്വന്തം ബന്ധമൊന്നുമില്ല. തയ്യല് വല്ലതും ഉണ്ടോ? തയ്യൽ 24 എണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫെവിക്വിക്ക് ചൊട്ടിച്ചു വെച്ചേക്കുവാ. അതുപോലെ അങ്ങ് ചെതറിപ്പോയെന്നേ തല. സാറേ, എന്തുവാ ശരിക്കും പറ്റിയേ? സംസാരിച്ച ചിലവ് പല്ലൊക്കെ ഞൂരിപ്പോരും, അതുപോലെ അടിച്ചിളക്കി വെച്ചേക്കുവാ. അറിയത്തില്ലയോ കർണനെ, എൻ്റെ ഇളയ പെങ്ങളുടെ മോനെ? അവനീ ഹിപ്നോട്ടിസോ ഇതൊക്കെ പഠിച്ചിട്ട് തേരാപ്പാര നടക്കുമല്ലയോ? അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ തേരാപ്പാര നടന്നാൽ മതിയോ, വല്ല ജോലിക്കും പോകാൻ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മാവ എക്സ്പീരിയൻസ് ഇല്ലാതെ ഹിപ്നോട്ടൈസും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞു, എന്നാ നീ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുക, അപ്പോൾ നിനക്ക് എക്സ്പീരിയൻസ് ആവുമല്ലോ. അങ്ങനെ ഒടുവിൽ ഇങ്ങനെ ആയി. അപ്പൊ ചേച്ചി ഇവിടെ ഇല്ലായിരുന്നോ? ഞാനിറങ്ങി ഓടി, അല്ലെങ്കിൽ അവൻ എന്നെയും കൊന്നേനെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ സാറേ. എന്നിട്ടെന്തുവാ, അവൻ അച്ഛനെ മയക്കി കിടത്തി കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അച്ഛൻ അവന്റെ അമ്മയെ പറ്റിച്ചേ സ്വത്ത് കൈക്കലാക്കിയതും അവന്റെ അച്ഛന്റെ കഴുതിയാ കിടന്ന് 7 പവന്റെ മാല അടിച്ചു മാറ്റിയതൊക്കെ അച്ഛൻ മയങ്ങി കിടന്ന് നല്ല തത്ത പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു. അയ്യോ, അതിനാണോ തല്ലിയേ? അതിനല്ല തല്ലിയേ, അവന് വന്ന 12 കല്യാണാലോചനകളും മുടക്കിയത് അച്ഛനാന്ന് അച്ഛൻ തന്നെ മയങ്ങി കിടന്ന് അവനോടങ്ങ് പറഞ്ഞു. അച്ഛൻ ഇരുന്ന കസേരയുടെ കാല് ചവിട്ടി ഒടിച്ച് അച്ഛനെ അടിച്ചു നൂത്തുകളഞ്ഞു.